ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോൺ റിക്കേഴ്സീവ് പ്രെഡിക്റ്റീവ് പാസിങ്ങിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി അൽഗോരിതം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ നോൺ റിക്കേഴ്സീവ് പ്രെഡിക്റ്റീവ് പാസിങ് അൽഗോരിതം. നമ്മൾ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളതിൽ സ്റ്റാക്ക് ഉണ്ടാവണം. സ്റ്റാക്കിൽ നമ്മൾ ഇനിഷ്യലി ഡോളർ മാത്രം, അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ കീപ്പ് ചെയ്യും. ഇനി നമ്മളുടെ കയ്യിൽ ഇൻപുട്ട് വാല്യൂ നമ്മളൊരു ബഫറിൽ കീപ്പ് ചെയ്യുന്നു. അതിൻ്റെ W എന്നുള്ള സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ ഇൻപുട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ അതിനെ ഫോളോ ചെയ്തിട്ട് ഡോളർ സിമ്പിളും കീപ്പ് ചെയ്തു. എന്നിട്ട് അതിലേക്കുള്ളൊരു പോയിൻ്ററാണ് ഈ IP എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ എടുത്തു, അതാണ് ക്യാപിറ്റൽ X എന്ന് പറയുന്നത്. അതുപോലെ ഈ IP പോയിൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇൻപുട്ട് ബഫറിൽ ഇപ്പോൾ ഏത് സിമ്പിളിലേക്കാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ വാല്യൂ നമുക്ക് Aയിലും എടുത്തു. എന്നിട്ട് നമ്മൾ രണ്ട് കേസാണ് നോക്കിയത്. സ്റ്റാക്ക് ടോപ്പിലുള്ളത് ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ ഈ ഇഫിൽ പോയി, നോൺ ടെർമിനലാണെങ്കിൽ എൽസിൽ പോയി. ഇനി ടെർമിനൽ സിമ്പിൾ ആണെങ്കിൽ നമുക്ക് രണ്ട് കേസുകൾ വരാം. ഫസ്റ്റ് കേസ് ഇഫ് X ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു ടെർമിനൽ സിമ്പിളാണ്, അതേ ടെർമിനൽ സിമ്പിളാണ് നമ്മളുടെ ബഫറിൽ ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്റ്റാക്കിലുള്ളതിനെ പോപ്പ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഇൻപുട്ട് പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്യുക. ഇനി സെക്കൻഡ് കേസിൽ സ്റ്റാക്ക് ടോപ്പ് കിടക്കുന്ന നോൺ ടെർമിനലാണെങ്കിൽ നമ്മൾ പാഴ്സിംഗ് ടേബിളിൽ പോയി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് അവിടെ എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി. എൻട്രി ഉണ്ടെങ്കിൽ അതിന് ആ നോൺ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന ആ നോൺ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രൊഡക്ഷൻ അവിടെ കിട്ടും. ആ പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റാക്കിൽ ഓൾറെഡി ഉള്ള എക്സ് ഗിവിങ് ഈ സാധനങ്ങൾ Y1 Y2 എക്സ്ട്രാ ടു YK എന്നാണ് നമ്മൾക്ക് പാസിംഗ് ടേബിളിൽ നിന്ന് കിട്ടിയ എൻട്രി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിനെ പോപ്പ് ചെയ്തു, എന്നിട്ട് പകരം ആ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ടായിരുന്ന കമ്പോണൻസ് നമ്മൾ സ്റ്റാക്കിനുള്ളിലേക്ക് പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ ചെയ്യുക, Y1 ടോപ്പിൽ വരുന്ന രീതിയിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് ഇതേ പ്രൊഡക്ഷൻ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യാം. ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബഫറിലുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുന്നത് വരെ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു എക്സാമ്പിളാണ് ഫോർ നോൺ റിക്കേഴ്സീവ് പ്രെഡിക്റ്റീവ് പാസിംഗ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമർ. ഇനി ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാണുന്ന നമ്മളുടെ സ്റ്റാക്ക്, ഇനി ഈ കാണുന്നതാണ് നമ്മളുടെ ഇൻപുട്ട് ബഫർ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ബ്രാക്കറ്റിൽ ID സ്റ്റാർ ID പ്ലസ് ID, ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്. ഇനി ഈ താഴെ കാണുന്നതാണ് നമ്മളുടെ പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പാഴ്സിംഗ് ടേബിൾ കാണുന്നത്. ഇത് പാഴ്സിംഗ് ടേബിൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും E', T', ഇപ്പോൾ നമ്മൾ ഗ്രാമറിലുള്ള നോൺ ടെർമിനൽസ് ആണ് നമ്മളുടെ റോസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി കോളംസ് ആയിട്ട് വന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ ടെർമിനൽ സിമ്പിൾസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ID ഉണ്ട്, സ്റ്റാർ ഉണ്ട്, പ്ലസ് ഉണ്ട്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. സോ ID പ്ലസ് സ്റ്റാർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ ഡോളർ സിമ്പിൾ. അപ്പോൾ ഡോളർ സിമ്പിളിൽ നമ്മൾ ലാസ്റ്റ് കോളായിട്ടായിരിക്കും നമ്മളുടെ പാഴ്സിംഗ് ടേബിളിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ടേബിളിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില എൻട്രീസിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ചില എൻട്രീസിൽ പ്രൊഡക്ഷൻ ഇല്ല. അപ്പം നമ്മളൊരു E' ആണ് നമ്മൾ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്നത്. നമ്മൾ ഇൻപുട്ട് ബഫർ പോയിൻ്റ് ചെയ്യുന്നത് +2 ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ അവിടെ പാഴ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിനകത്ത് എൻട്രി നോക്കുമ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്നില്ല, ബ്ലാങ്ക് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ എറർ എൻട്രി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാക്കിൻ്റെ ബോട്ടമായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഡോളർ സിമ്പിൾ ആഡ് ചെയ്തു. സോ ഇവിടെ ഒരു ഡോളർ വന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ബഫർ. ഇൻപുട്ട് ബഫറിൻ്റെ എൻഡിലേക്ക് എന്ത് ആഡ് ചെയ്തു, അതിൻ്റെ എൻഡ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഡോളർ ആഡ് ചെയ്തു. സോ ആഡ് ഡോളർ ടു ദ എൻഡ് ഓഫ് ദ ഇൻപുട്ട്, പുഷ് ഡോളർ ടു ദ ബോട്ടം ഓഫ് ദ സ്റ്റാക്ക്. ഇനി സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യേണ്ടത് എന്താ, നമ്മളെ സ്റ്റാർട്ട് സിമ്പിളാണ് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമറിൽ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന പ്രൊഡക്ഷൻ ഏതാണോ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായിരിക്കും നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആയിരിക്കും നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പാഴ്സിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ IP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടു പോയിൻറ്റ് ടു ദ ഫസ്റ്റ് സിമ്പിൾ ഓഫ് $. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ബഫർ. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ പോയിൻ്റർ IP കീപ്പ് ചെയ്തു. ആദ്യം നമ്മളുടെ ഇൻപുട്ട് സിമ്പിൾ ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. ഇനി നമ്മളുടെ ലെറ്റ് X be the top stack symbol and A be the symbol pointed to by IP. അപ്പോൾ സ്റ്റാക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന സാധനം ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. അപ്പോൾ Eയും ഓപ്പണിംഗ് ബ്രാക്കറ്റുമാണ് നമുക്കിപ്പോൾ എൻട്രീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ നോൺ ടെർമിനൽ. അപ്പോൾ നമ്മളുടെ ഈഫിൽ പോവില്ല, പകരം ഇവിടെ വന്നു എൽസിൽ വന്നു. ഇനി എൽസിൽ വന്നിട്ട് നമ്മുടെ പാഴ്സിംഗ് ടേബിളാണ് M എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് Eയും ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാഴ്സിംഗ് ടേബിളിൽ പോയിട്ട് നമുക്ക് അതിന് എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ സ്റ്റാക്ക് ടോപ്പ് കിടക്കുന്നത് E എന്ന് പറഞ്ഞ സിമ്പിളാണ്, ഇൻപുട്ട് പോയിൻ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റിലേക്കാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് പാഴ്സിംഗ് ടേബിളിൽ പോയിട്ട് എൻട്രി നോക്കാം. അപ്പോൾ E ബ്രാക്കറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് E കാണും. ഇനി ഓപ്പണിംഗ് ബ്രാക്കറ്റ് എവിടെയാണ് വരുന്നത്, ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ കിട്ടി. മനസ്സിലായല്ലോ, E ഗിവിങ് T E' എന്നുള്ള പ്രൊഡക്ഷനാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, Eയെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യണം. സോ യൂസ് ദ റൂൾ E ഗിവിങ് T E'. അപ്പോൾ
ക്യാപിറ്റൽ ഇ ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ആയപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ കിട്ടി. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് പാഴ്സിങ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് ദ റൂൾ ഇ ഗീവ്സ് ടി ഡാഷ്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോപ്പ് എക്സ് ഫ്രം ദ സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഈ ഈനെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളതിനെ പോപ്പ് ചെയ്തു. സോ പോപ്പ് ഇ. ഇനി അതിലേക്ക് എന്താ പുഷ് ചെയ്യേണ്ടത്? ഈ പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കമ്പോണൻസിനാണ് പുഷ് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കമ്പോണൻസിനെ പുഷ് ചെയ്യുമ്പം ആദ്യം നമ്മൾ പുഷ് ചെയ്യേണ്ടത് ഇ ഡാഷ് ആയിരിക്കും. നെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ടി പുഷ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പുഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് സിമ്പിൾ ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ വേണം നമ്മളതിനെ പുഷ് ചെയ്യാൻ. സോ ഈ ഗിവിങ് ടി ഇ ഡാഷ് ഉപയോഗിച്ച് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നില്ല, പാഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റാക്കിലുണ്ടായിരുന്നത് നമ്മൾ ആദ്യം പോപ്പ് ചെയ്തു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ടി ഇ ഡാഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യം ഇ ഡാഷ് സ്റ്റാക്കിലേക്ക് ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടി സ്റ്റാക്കിലേക്ക് ഇട്ടു. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ്. ഔട്ട്പുട്ട് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രിൻറ്റ് നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്ഷൻ ഏതാണ് അതിനെ അവിടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടല്ലോ എന്താ ഡിഫറൻസ് വന്നതെന്ന്. നേരത്തെ ഉണ്ടായിരുന്നത് ഇ ആയിരുന്നു. ഇയെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു. എന്നിട്ട് സ്റ്റാക്കിലേക്ക് എന്താ നമ്മൾ ഇട്ടേക്കുന്നത്? ഇ ഡാഷ് ടി. നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്ന എലമെൻസിനെ റിവേഴ്സ് ഓർഡറിൽ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇ ഡാഷ് സ്റ്റാക്കിൽ വന്നു. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ ടീം വന്നു. ഇപ്പോൾ ഇൻപുട്ട് പോയിൻ്റർ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും എന്താ നോക്കണ്ടേ? അടുത്ത ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പ് ആരാന്ന് നോക്കുക. നമ്മൾ ഇൻപുട്ട് പോയിൻ്റർ എവിടെ നിൽക്കുന്നു നോക്കുക. അപ്പോൾ ടീയും ഓപ്പണിംഗ് ബ്രാക്കറ്റുമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ അടുത്ത വീണ്ടും പാഴ്സിംഗ് ടേബിളിലേക്ക് പോയി അടുത്ത എൻട്രി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ കേസ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കേസിലാണെങ്കിൽ സ്റ്റാക്കിൽ ഇ ഉണ്ട്. ഇനി ഇയെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എന്തൊക്കെ ഇട്ടു? ടിയും ഇ ഡാഷ് ഇട്ടു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പ് എന്താണ്? ടി ആണ്. ഈ ടിയും നമ്മൾ ഇൻപുട്ട് പോയിൻ്റർ ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടി ഓപ്പണിംഗ് ബ്രാക്കറ്റ് നമ്മൾ പാഴ്സിംഗ് ടേബിളിൽ പോയിട്ട് നോക്കുക. ഇതാണ് ടിയെ. ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണും. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ യൂസ് ദ റൂൾ ടി ഗിവിങ് എഫ് ടി ഡാഷ്. ഇനി ഈ റൂൾ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ സ്റ്റാക്കിൽ കിടക്കുന്ന ടിയെ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ഔട്ട് ചെയ്യണം. സോ പോപ്പ് ടി. എന്നിട്ട് എന്താണ് പുഷ് ചെയ്യേണ്ടത്? ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കമ്പോണൻസ് ആണ് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് പുഷ് ചെയ്യണം? ടി ഡാഷ് പുഷ് ചെയ്യണം. ദെൻ എഫ്. സോ പുഷ് ടി ഡാഷ് ആൻഡ് പുഷ് എഫ്. എന്നിട്ട് ആ പ്രൊഡക്ഷൻ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടിയെ നമ്മൾ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് കമ്പോണൻസ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതാണ് നെക്സ്റ്റ്. അപ്പോൾ ടി സ്റ്റാക്കിൽ നിന്ന് പോയി പകരം എന്ത് വന്നു? ടി ഡാഷിനെ ആദ്യം പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എഫിനെ പുഷ് ചെയ്തു. താഴെയുള്ള കമ്പോണൻസ് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നത്. നമ്മൾ സ്റ്റാക്ക് ടോപ്പ് സിമ്പലിനെ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ടിയെ നമ്മൾ പോപ്പ് ചെയ്തു. പകരം ടിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടി ഡാഷും എഫും നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും നമ്മൾ നോക്കുന്നു. സ്റ്റാക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ആണ്. നമ്മളുടെ ഇൻപുട്ട് പോയിൻ്റർ ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെ എൻട്രി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എഫ് ഉള്ളത്. അതിൻ്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആകുമ്പോൾ ഇതാണ് എൻട്രി. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ എൻട്രി ഈസ് എഫ് ഗിവിങ് ഇ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സ്റ്റാക്ക് ടോപ്പായിട്ട് കിടക്കുന്ന എഫിനെ നമ്മൾ പോപ്പ് ചെയ്യുക. സോ പോപ്പ് എഫ്. എഫ് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് അതിലേക്ക് പുഷ് ചെയ്യണം. പുഷ് ചെയ്യുമ്പോൾ റിവേഴ്സ് ഓർഡറിൽ പുഷ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ക്ലോസിംഗ് ബ്രാക്കറ്റിനെ ആദ്യം പുഷ് ചെയ്തു. പിന്നെ ഇയെ പുഷ് ചെയ്തു. ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ പുഷ് ചെയ്തു. എന്നിട്ട് ആ കറസ്പോണ്ടിങ് റൂൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യിച്ചു. അപ്പോൾ ഈ എഫ് ഇവിടുന്ന് പുറത്തേക്ക് പോയി. പകരം ബ്രാക്കറ്റിൽ ഇ ഇതിനുള്ളിലേക്ക് കയറി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. എഫ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. പകരം അതിനുള്ളിലേക്ക് എന്ത് വന്നു? എഫിന് പകരം ഇ ഇൻ ബ്രാക്കറ്റ്സ് സ്റ്റാക്കിനുള്ളിലേക്ക് വന്നു. അപ്പോൾ ഈ 3 പ്രൊഡക്ഷൻസാണ് നമ്മളിപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ കാണുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. ഇൻപുട്ട് ബഫറിൽ കാണുന്നത് എന്താണ്? ഓപ്പണിംഗ് ബ്രാക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മളുടെ റൂളിൻ്റെ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ ഈഫ് പോർഷൻ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ലെറ്റ് ഇഫ് എക്സ് ബി എ ടെർമിനൽ. ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്നതാണ് ടെർമിനലാണ്. അതുപോലെ നമ്മൾ ബഫറിൽ പോയിന്റ് ചെയ്യുന്ന എ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ടെർമിനൽ. സോ ഇഫ് എക്സ് ഈക്വൽ ടു എ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് എക്സ് ഫ്രം ദ സ്റ്റാക്ക്. ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ നമ്മൾ അങ്ങോട്ട് പോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഇൻപുട്ട് ബഫർ ഒന്ന് അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ ഈ ബ്രാക്കറ്റിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഈ പോയിൻ്റ് നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്ത് അടുത്ത എലമെൻറ്റിലേക്ക് എത്തിച്ചു. അപ്പോൾ ബ്രാക്കറ്റ് ഇവിടെ നിന്ന് പോയി. പോയിൻ്റർ ഇവിടെ എത്തി. നെക്സ്റ്റ് സിമ്പലിലേക്ക് എത്തി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പ് എടുത്തു. ഇറ്റ് ഈസ് ക്യാപിറ്റലി. പോയിൻ്റ് ചെയ്യുന്നത് ഐ ഡിയിലേക്ക്. അപ്പോൾ നമ്മൾ സിമ്പിൾ ടേബിൾ പാഴ്സിംഗ് ടേബിളിൽ പോയി എൻട്രി നോക്കുക. ഇ ഇവിടെയുണ്ട്, ഐ ഡി ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ഈ ഗിവിങ് ടി ഡാഷ് എന്നുള്ള പ്രൊഡക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? നോൺ ടെർമിനൽ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ആ നോൺ ടെർമിനൽ സ്റ്റാക്കിൽ കിടക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോപ്പ് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡ് സ്റ്റാക്കിനുള്ളിലേക്ക് ഇടുക. അപ്പോൾ ഈ ഇയെ നമ്മൾ പോപ്പ് ചെയ്യുന്നു. പോപ്പ് ഇ. എന്നിട്ട് എന്ത് പുഷ് ചെയ്യണം? ആദ്യം ഇ ഡാഷ് പുഷ് ചെയ്യണം. പിന്നെ ടി പുഷ് ചെയ്യണം. സോ ഈ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇ ഡാഷിനെ ഇട്ടു, ടി എ ഇട്ടു.
എന്നിട്ട് ആ കറസ്പോണ്ടിങ് റൂൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 പ്രൊഡക്ഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് ഈ ഔട്ട്പുട്ടായിട്ട് ആഡ് ചെയ്ത് പോകുന്നത്. ഈ പ്രിൻറ്റിംഗ് ആണ് ശരിക്കും ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വീണ്ടും നമ്മൾ സ്റ്റാക്ക് ടോപ്പ് നോക്കുക. ഇവിടെ ഇപ്പോൾ ടി എന്ന് പറഞ്ഞ നോൺ ടെർമിനലാണ് കിടക്കുന്നത്. അപ്പോൾ ടി ആണ് ഇവിടെ നിൽക്കുന്നത്, ബഫറിലുള്ളത് ഐ ഡി. സോ ടേബിളിൽ പോവുക ടി ഐ ഡി. അപ്പോൾ നമുക്ക് ഈ എൻട്രി കിട്ടി. ദാറ്റ് ഈസ് നമ്മുടെ പ്രൊഡക്ഷൻ എന്താണ്? ടി ഗിവിങ് എഫ് ടി ഡാഷ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാക്ക് ടോപ്പ് കിടക്കുന്ന ടിയെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുക, പോപ്പ് ടി. എന്നിട്ട് എന്ത് പുഷ് ചെയ്യണം? ടി ഡാഷിനെ ആദ്യം പുഷ് ചെയ്യുക, പിന്നെ എഫിനെ പുഷ് ചെയ്യുക. അപ്പോൾ ആ ടി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ടി നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു. എന്നിട്ട് ടിക്ക് പകരം എന്തിട്ടു? ടി ഡാഷ് ആദ്യം ഇട്ടു, പിന്നെ എഫ് ഇട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാക്ക് ടോപ്പ് എഫ് തന്നെയാണ്, ബഫർ എവിടെ നിൽക്കുന്നു? ഐ ഡിയിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ഇതിന് അഡ്വാൻസ് ചെയ്യുന്ന നമ്മൾ ആ ഫസ്റ്റ് കേസ് ഈ കേസിൽ വന്നാൽ മാത്രമേ ഈ ഇൻപുട്ട് ബഫറിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നുള്ളൂ. ഇനി എഫ് ഐ ഡി നമ്മൾ ടേബിളിൽ നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ എഫ് ഗിവിങ് ഐ ഡി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്ഷൻ. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഈ എഫിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുക. സോ പോപ്പ് എഫ്, എന്നിട്ട് ഈ ഐ ഡി എടുത്ത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ പുഷ് ഐ ഡി, ആ കറസ്പോണ്ടിങ് റൂള് ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എഫ് നമ്മൾ പോപ്പ് ചെയ്തു, പകരം സ്റ്റാക്കിലേക്ക് എന്ത് വന്നു? ഐ ഡി വന്നു. അപ്പോൾ ഇത്രയും പ്രൊഡക്ഷൻസ് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുമ്പോൾ സ്റ്റാക്ക് ടോപ്പ് ഐ ഡി ആണ്, നമ്മുടെ പോയിൻ്റർ നിൽക്കുന്നതും ഐ ഡി ആണ്. നമ്മളുടെ ഫസ്റ്റ് കേസ് അല്ലെ ഈഫ് കേസ്, ഈഫ് എക്സ് ഈക്വൽ ടു എ ആവുന്ന കേസ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിംപ്ലി പോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ കേസിൽ ഈ ഐ ഡിയെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു. ടോപ്പ് ഓഫ് സ്റ്റാക്ക് മാച്ചസ് നെക്സ്റ്റ് ഇൻപുട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോപ്പ് ആൻഡ് സ്കാൻ ദ നെക്സ്റ്റ് സിമ്പിൾ. അപ്പോൾ ഈ ഐ ഡിയും ഈ ഐ ഡിയും തമ്മിൽ മാച്ച് കിട്ടി. അപ്പോൾ ഈ ഐ ഡിയും നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ പോയിൻ്റർ ഇവിടെ നിന്ന് അടുത്ത സിമ്പിളിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോവാം. അപ്പോൾ ഐ ഡി അവിടെ നിന്ന് പോയി, പോയിൻ്റർ അവിടെ നിന്ന് മാറി സ്റ്റാറിലേക്ക് എത്തി. ഇനി കറണ്ട് സ്റ്റാക്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ടി ഡാഷ് ആണ്. അടുത്ത ഇപ്പോൾ ഇൻപുട്ട് ബഫറിൽ നിൽക്കുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ ടി ഡാഷും സ്റ്റാറും എടുക്കുക, സിമ്പിൾ ടേബിളിൽ നോക്കുക. ഇതാണ് ടി ഡാഷ്. ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ ഒരു റൂളാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് എഴുതിയേക്കുന്നത്. സോ ടി ഡാഷ് ഗീവ്സ് സ്റ്റാർ എഫ് ടി ഡാഷ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം സ്റ്റാക്കിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യണം. സോ പോപ്പ് ടി ഡാഷ്, എന്ത് പുഷ് ചെയ്യണം? ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെയാണ് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ടി ഡാഷ്, പിന്നെ എഫ്, പിന്നെ സ്റ്റാർ. അതാണ് എഴുതിയിരിക്കുന്നത് 3 പുഷ്. അപ്പോൾ ഈ ടി ഡാഷിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുന്നു, ബാക്കി 3 ഇതിനുള്ളിലേക്ക് ഇടുന്നു. അപ്പോൾ ടി ഡാഷ് പോയി, പകരം എന്ത് വന്നു? ഈ ഇ ഡാഷ് വരെയുള്ള കമ്പോണൻസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ടി ഡാഷിനെ നമ്മൾ കളഞ്ഞു. എന്നിട്ട് പകരം എന്തായിട്ടുണ്ട്? ടി ഡാഷ് എഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, ടി ഡാഷ് എഫ് മൾട്ടിപ്ലിക്കേഷൻ. ഈ നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പ് എടുത്തു, നമ്മുടെ ഇൻപുട്ട് പോയിൻ്റർ എവിടെയാണെന്ന് നോക്കി, രണ്ടും സ്റ്റാറാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്താൽ മതി? സിംപ്ലി പോപ്പ് ഔട്ട് ചെയ്യുക, പോയിൻ്റർ അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റാറിനെ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ പോയിൻ്റർ ഇവിടെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് അടുത്ത സിമ്പിളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ പോയിൻ്റർ ഇപ്പം ഐ ഡിയിലേക്ക് എത്തി. ഇവിടെ നമ്മൾ ഐ ഡി പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ സ്റ്റാർ ഇവിടെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ ഇവിടുന്ന് പോയി, നമ്മൾ പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്ത് അടുത്ത സിമ്പിളിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് വീണ്ടും സ്റ്റാക്ക് ടോപ്പ് നോക്കുമ്പോൾ എഫ് ആണ്. അപ്പോൾ നോൺ ടെർമിനൽ വരുന്ന സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും പാഴ്സിങ് ടേബിൾ യൂസ് ചെയ്യണം. അപ്പോൾ എഫും ഐ ഡിയും ആണ് ഇപ്പോഴത്തെ പോയിൻ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ്. അപ്പോൾ എഫ് എടുക്കുക, ഇവിടെ നമ്മൾ ഐ ഡി എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു പ്രൊഡക്ഷൻ കിട്ടി, എഫ് ഗിവിങ് ഐ ഡി. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ എഫ് ഗിവിങ് ഐ ഡി എന്ന് പറയുമ്പം എഫിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുക. എന്നിട്ട് പകരം എന്ത് പുഷ് ചെയ്യണം? അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഐ ഡീനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അപ്പോൾ ആ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എഫ് ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു, പകരം എന്തിട്ടു? ഈ ഐ ഡി എടുത്ത് സ്റ്റാക്കിനുള്ളിലേക്ക് ഇട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം സ്റ്റാക്ക് ടോപ്പ് ഐ ഡിയാണ്, നമ്മുടെ ഇൻപുട്ട് പോയിൻ്റർ നിൽക്കുന്നതും ഐ ഡിയിലാണ്. അപ്പോൾ രണ്ടും ടെർമിനൽ സിമ്പിളാണ്, മാച്ച് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഈ ഐ ഡീനെ പോപ്പ് ഔട്ട് ചെയ്ത് കളയുക. എന്നിട്ട് പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ പോയിൻ്റർ ഇവിടെ നിന്ന് നമ്മളുടെ അടുത്ത സിമ്പിൾ, അതായത് ക്ലോസിംഗ് ബ്രാക്കറ്റിലേക്ക് എത്തും. അതാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ സ്റ്റാക്കിൽ നിന്ന് കണ്ട ഐ ഡി പോയി. ഈ നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പ് ടി ഡാഷാണ്. ടി ഡാഷും ക്ലോസിംഗ് ബ്രാക്കറ്റും കൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എൻട്രി നോക്കുക, ടി ഡാഷ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ നമുക്ക് ടി ഡാഷ് ഗിവിങ് എപ്സിലോൺ നമ്മളോട് ഉപയോഗിക്കേണ്ട പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ആണ് നമ്മൾ ട്രാൻസിഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിലേക്ക് ഒന്നും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഉള്ള സാധനം പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എപ്സിലോൺ ട്രാൻസിഷൻ വരുന്ന കേസിൽ മാത്രം ശ്രദ്ധിക്കുക, ടി ഡാഷ് ഗിവിങ് എപ്സിലോൺ ആണ് നമ്മളുടെ ടേബിളിലെ എൻട്രി. അപ്പോൾ നമ്മൾ ടി ഡാഷിന് എന്ത് ചെയ്യണം? പോപ്പ് ഔട്ട് ചെയ്ത് കളയണം. സോ പോപ്പ് ടി ഡാഷ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ എപ്സിലോൺ ആയതുകൊണ്ട് നമ്മളൊന്നും പുഷ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നേരെ നമുക്ക് മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ടി ഡാഷ് നമ്മളിവിടുന്ന് പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയാണ് ബാക്കി നിൽക്കുന്നത്. പോയിൻ്റർ നമ്മളിപ്പോഴും പഴയ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇ ഡാഷ് ക്ലോസിംഗ് ബ്രാക്കറ്റാണ് അടുത്ത 2 എൻട്രീസ്. അപ്പോൾ നമ്മൾ ടേബിളിൽ പോയി നോക്കുക, ഇവിടെ ഇ ഡാഷ് ഉണ്ട്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇവിടെയുണ്ട്. എൻട്രി എന്താണ്? ഇ ഡാഷ് ഗീവ്സ് എപ്സിലോൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട റൂള്.
അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്സിലോൺ ആയതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പുതുതായിട്ട് പുഷ് ചെയ്യേണ്ട, ഉള്ളത് പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഏതിനെയാണ് പോപ്പ് ഔട്ട് ചെയ്യേണ്ടത്? ഈ റൂളിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഇ ഡാഷാണ്. സോ ഇ ഡാഷിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുന്നു, ഒന്നും നമ്മൾ പുഷ് ചെയ്യേണ്ട, ബിക്കോസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എപ്സിലോൺ. അപ്പോൾ ആ പോപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. ഇനി സ്റ്റാക്ക് ടോപ്പ് ക്ലോസിംഗ് ബ്രാക്കറ്റാണ്. നമ്മളുടെ ഇൻപുട്ടിൽ ബഫറിൽ നിൽക്കുന്ന പോയിന്റർ കാണുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റാണ്. രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാച്ച് കിട്ടും. മാച്ച് കിട്ടുമ്പോൾ ജസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക, എന്നിട്ട് പോയിന്റർ അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു, പോയിന്റർ ഇവിടെ നിന്ന് അഡ്വാൻസ് ചെയ്ത് അടുത്ത സിമ്പലിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ പോയിന്റർ ഇവിടെ എത്തി, പ്ലസ്സിലെത്തി. ഈ നെക്സ്റ്റ് സ്റ്റാക്ക് ടോപ്പ് ഈസ് ടി ഡാഷ്. ടി ഡാഷും പ്ലസ്സും കൂടി എടുത്ത് ടേബിളിൽ നോക്കുക. ഇതാണ് ടി ഡാഷ്, പ്ലസ് നോക്കുമ്പം ഇതാണ് എൻട്രി. അപ്പോൾ അവിടെ എന്താ ചോദിക്കുന്നത്? ടി ഡാഷ് ഗീവ്സ് എപ്സിലോൺ ആണ് നമുക്ക് എൻട്രി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡ് എപ്സിലോൺ ആയതുകൊണ്ട് പോപ്പ് ഔട്ട് ചെയ്തും നേരെ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് പോയാൽ മതി. അപ്പോൾ ടി ഡാഷിന് ആദ്യം നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്തു, എപ്സിലോൺ ആയതുകൊണ്ട് ഒന്നും പുഷ് ചെയ്യേണ്ട. അപ്പോൾ അതാണ് ഈ സിറ്റുവേഷൻ. നെക്സ്റ്റ് നോക്കുമ്പോൾ ഇവിടെ സ്റ്റാക്ക് ടോപ്പ് ഇ ഡാഷാണ്. ഇ ഡാഷും പ്ലസ്സും, ഇതാണ് ഇ ഡാഷ്, ഇതാണ് പ്ലസ്. അപ്പോൾ നമുക്കിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പ്രൊഡക്ഷനാണെന്നുള്ളത് കിട്ടി. സോ പ്ലസ് ടി ഇ ഡാഷ് എന്നുള്ള പ്രൊഡക്ഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഉപയോഗിച്ച പ്രോസസ്സ് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു കമ്പോണൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്റ്റാക്കിലുള്ള ഇ ഡാഷിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുന്നു, അതാണ് പോപ്പ് ഇ ഡാഷ്. ഇനി എന്തൊക്കെയാണ് അതിലേക്ക് പുഷ് ചെയ്യേണ്ടത്? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന 3 എണ്ണം നമ്മൾ പുഷ് ചെയ്യണം. ആദ്യം ഇ ഡാഷ് പുഷ് ചെയ്യുക, ദെൻ ടി, പിന്നെ പ്ലസ്. അപ്പോൾ ഈ ഇ ഡാഷ് പുറത്തേക്ക് പോയി, പകരം ബാക്കി 3 എണ്ണം അകത്തേക്ക് കയറി. ഇ ഡാഷ്, ടി എ, പ്ലസ്. ഇനി ഇപ്പോഴത്തെ സ്റ്റാക്ക് ടോപ്പ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. നമുക്ക് എന്ത് കിട്ടി? മാച്ച് കിട്ടി. എന്ന് പറഞ്ഞാൽ ഈ പ്ലസ്സിനെ ജസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക, ഈ പോയിന്റർ ഒന്ന് അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻസ് അല്ലെ ഈ ഓർഡറിൽ നമ്മൾ പ്രൊഡക്ഷൻസ് ചൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാഴ്സിങ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പോൾ എന്തായി? സ്റ്റാക്ക് ടോപ്പിലുള്ളത് പോപ്പ് ഔട്ട് ചെയ്ത് കളയുക, പോയിന്റർ അഡ്വാൻസ് ചെയ്ത് പോവുക. അപ്പോൾ പോയിന്റർ ഇപ്പം ഐ ഡിയിലേക്ക് എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച പ്രൊഡക്ഷനാണ് കണ്ടത്, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ആഡപ്പ് ആയത്. ഈ നെക്സ്റ്റ് നോൺ ടെർമിനൽ ഇവിടെ ടി ഉണ്ട്, ഇവിടെ ഐ ഡി ഉണ്ട്. അപ്പോൾ ടി ഐ ഡി ടേബിളിൽ എൻ്റർ ചെയ്ത് നോക്കുക, ടി ഐ ഡി. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ഇതാണ്, ടി ഗിവിങ് എഫ് ടി ഡാഷ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ടിയെ നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. എന്നിട്ട് എന്തൊക്കെ പുഷ് ചെയ്യണം അതിലേക്ക്? ഈ ടി ഡാഷും എഫും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ആദ്യം ടി ഡാഷ്, പിന്നെ എഫ്. അപ്പോൾ ഈ ടി ഇവിടുന്ന് പോയി, ടി ഡാഷ് ഉള്ളിലേക്ക് വന്നു, എഫ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ നമ്മൾ ആഡ് ചെയ്തു, ടി ഗിവിങ് എഫ് ടി ഡാഷ് നമ്മളിപ്പോൾ ഉപയോഗിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ സ്റ്റാക്ക് ടോപ്പായിട്ട് എഫ് ആണുള്ളത്, പോയിന്റർ നിൽക്കുന്ന ഐ ഡിയിൽ തന്നെയാണ്. അപ്പോൾ എഫ് ഐ ഡി എടുക്കുക, ടേബിളിൽ നോക്കുക. അപ്പോൾ എഫും ഐ ഡി എടുക്കുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ, എഫ് ഗിവിങ് ഐ ഡി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? സ്റ്റാക്കിലുള്ള എഫിനെ പോപ്പ് ചെയ്യുക, പോപ്പ് എഫ്, എന്നിട്ട് അതിനെ റൈറ്റ് ഹാൻഡ് സൈഡ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ പുഷ് ഐ ഡി. അപ്പോൾ എഫ് പുറത്തേക്ക് പോകുന്നു, ഐ ഡി അതിനുള്ളിലേക്ക് പോയി. അപ്പോൾ അവിടെ ഐ ഡി വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ സ്റ്റാക്ക് ടോപ്പ് ഐ ഡി ആണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നതും ഐ ഡി ആണ്. ദാറ്റ് മീൻസ് രണ്ടും സെയിം ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഐ ഡിനെ സിംപ്ലി പോപ്പ് ഔട്ട് ചെയ്യുക, എന്നിട്ട് പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ പോയിൻ്റർ ഇപ്പം ഡോളറിലെത്തി. സ്റ്റാക്കിൽ ടോപ്പിൽ കിടക്കുന്നതാണ് ടി ഡാഷ് ആണ്. നെക്സ്റ്റ് ടി ഡാഷും ഡോളറുമാണ് നമുക്കിപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. ടേബിളിൽ പോവുക, ടി ഡാഷ് ആൻഡ് ഡോളർ. ഇപ്പോൾ എന്ത് കിട്ടി? ടി ഡാഷിന് എപ്സിലോൺ ട്രാൻസിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ടി ഡാഷ് ഗിവിങ് എപ്സിലോൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്സിലോൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉള്ള സ്റ്റാക്ക് ടോപ്പ് കിടക്കുന്നതിന് ജസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്ത് മാത്രം പോയേച്ചാൽ മതി. അപ്പോൾ ഇവിടെ ടി ഡാഷിനെ നമ്മൾ പോപ്പ് ഔട്ട് ചെയ്തു, ഒന്നും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എപ്സിലോൺ. അപ്പോൾ അത് പോപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. നെക്സ്റ്റ് ഇ ഡാഷും ഡോളറും. അപ്പോൾ ഇ ഡാഷിൻ്റെ റോ എടുക്കുക, ഡോളർ എടുക്കുമ്പം അവിടെ അഗെയിൻ എന്താണ്? എപ്സിലോൺ ട്രാൻസിഷൻ ആണ്. സോ ഇ ഡാഷ് ഗിവിങ് എപ്സിലോൺ ആണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എപ്സിലോൺ ട്രാൻസിഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് കൊണ്ട് ഈ ഡാഷിനെ സിംപ്ലി പോപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? സ്റ്റാക്കിൽ കാണുന്നത് ഡോളറാണ്, നമ്മുടെ ലാസ്റ്റ് ഇൻപുട്ട് സിമ്പിൾ പോയിൻ്റ് ചെയ്യുന്നതും ഡോളറാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇൻപുട്ട് സിമ്പിളും ഡോളർ, സ്റ്റാക്ക് ടോപ്പും സിമ്പിൾ ഡോളർ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ലൂപ്പ് ടെർമിനേറ്റ്സ് വിത്ത് സക്സസ്. അതായത് നമ്മുടെ ഫസ്റ്റ് പോസിബിലിറ്റി ആണ് ഈ പറഞ്ഞേക്കുന്നത്, എക്സ് ഈക്വൽ ടു എ ഈക്വൽ ടു ഡോളർ. എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പും ഡോളറാണ്, അതുപോലെ തന്നെ നമ്മുടെ ബഫറിൽ പോയിൻ്റ് ചെയ്യുന്നതും ഡോളറാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ പാഴ്സിങ് കഴിഞ്ഞു, അല്ലെങ്കിൽ സക്സസ്ഫുള്ളായി പാഴ്സിങ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാം വിത്ത് സക്സസ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണുന്ന ഈ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിരിക്കും നമ്മൾ ഈ പാഴ്സിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഏത് പ്രൊഡക്ഷനാണ് ഓപ്റ്റിമലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ പാഴ്സിങ് ടേബിൾ ആയിരിക്കും. അപ്പോൾ ഈ പാഴ്സിങ് ടേബിളിലെ എൻട്രീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഡിസിഷൻ കറക്റ്റായിട്ട് മുമ്പോട്ടേക്ക് പോവാം.
ഇനി നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൻ്റെ തന്നെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ശരിക്കും ടോപ്പ് ഡൗൺ പാസിംഗ് ചെയ്യുമ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ്. നമ്മൾ നേരത്തെ അൽഗോരിതത്തിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞായിരുന്നു ഇഫ് ദ ഇൻപുട്ട് സ്ട്രിങ് ഈസ് ഇൻ എൽ ഓഫ് ജി. നമ്മളുടെ ഗ്രാമർ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡബ്ല്യു എങ്കിൽ, അത് എൽ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ആ ഗ്രാമർ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്സും, അതിനുള്ളിലെ ഒരു സ്ട്രിങ് ആണ് നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ് എങ്കിൽ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓഫ് ഡബ്ല്യു. ആ ഇൻപുട്ട് സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. അപ്പോൾ ആ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ സ്റ്റെപ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് സിമ്പിൾ ഏതായിരുന്നു? ഇ ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റാർട്ട് സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ ഇ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇക്ക് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത ഓൾട്ടർനേറ്റീവ് ടി ഇ ഡാഷ്. അപ്പോൾ ടി ഇ ഡാഷ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? ടിയെ നമ്മൾ എഫ് ടി ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ടീനെ നമ്മൾ എഫ് ടി ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്തു. ലെഫ്റ്റ് മോസ്റ്റ് ആണ്, അതുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലാണ് നമ്മൾ ഓരോ പ്രാവശ്യം റീപ്ലേസ് ചെയ്ത് പോകുന്നത്. ഇനി തേർഡ് പ്രൊഡക്ഷൻ എഫിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഇ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഈ എഫിനെ നമ്മൾ ഇ ഇൻ ബ്രാക്കറ്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇയെ നമ്മൾ ടി ഇ ഡാഷ് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ കാണുന്ന ടി, ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് ആദ്യത്തെ ലെഫ്റ്റിൽ കാണുന്ന ഇയെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? ടി ഇ ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ബാക്കിയുള്ളത് തള്ളി പോകുന്നുണ്ട് കേട്ടോ, അതവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്യണം? എഫ് ടി ഡാഷ്. അപ്പോൾ ഈ ടിയെ നമ്മൾ മാറ്റി എഫ് ടി ഡാഷ് ആക്കി റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫിനെ നമ്മൾ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എഫ് എന്തായിട്ട് മാറി? ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടി ഡാഷിന് സ്റ്റാർ എഫ് ടി ഡാഷാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അടുത്ത ടി ഡാഷ് കാണുന്നുണ്ട്, അത് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? സ്റ്റാർ എഫ് ടി ഡാഷ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫിനെ നമ്മൾ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഐ ഡി സ്റ്റാർ കഴിഞ്ഞ് കാണുന്ന നോൺ ടെർമിനൽ എഫ് ആണ്, അതിനെ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ടി ഡാഷ് ഗിവിങ് എപ്സിലോൺ. അപ്പോൾ അടുത്ത ടി ഡാഷ് ഇതായിരുന്നു, അതിനെ നമ്മൾ എപ്സിലോൺ ആക്കി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി അടുത്തത് ഇ ഡാഷ് ഗിവിങ് എപ്സിലോൺ. ഈ ഇ ഡാഷിന് നമ്മൾ എപ്സിലോൺ ട്രാൻസിഷൻ കൊടുത്തു, അപ്പോൾ അതും പോയി. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. നെക്സ്റ്റ് കാണുന്ന ടി ഡാഷ് ഗിവിങ് എപ്സിലോൺ. അപ്പോൾ അടുത്ത ടി ഡാഷ് ഏതായിരുന്നു? ഇത്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എപ്സിലോൺ ആക്കി ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി നെക്സ്റ്റ് കാണുന്ന ഇ ഡാഷിന് പ്ലസ് ടി ഇ ഡാഷ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാഷിനെ നമ്മൾ മാറ്റി പ്ലസ് ടി ഇ ഡാഷ് ആക്കി അതിനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ വരെ എത്തി. ഇനി നെക്സ്റ്റ് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടി ഡാഷ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലസ് അവിടെ തന്നെ ഉണ്ട്, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടി ഡാഷ് നമ്മൾ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഡി. സോ ഈ എഫിനെ നമ്മൾ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി അടുത്ത ടി ഡാഷിന് എപ്സിലോൺ ആക്കുക. അപ്പോൾ ഈ ടി ഡാഷ് എപ്സിലോൺ ആയപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെത്തി. ദെൻ ഇ ഡാഷിന് എപ്സിലോൺ ആക്കുക. അപ്പം ഇതും ക്യാൻസലായി ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത ഇൻപുട്ട് സ്ട്രിങ്, ദാറ്റ് ഈസ് ഐ ഡിയിൽ ബ്രാക്കറ്റിൽ ഐ ഡി സ്റ്റാർ ഐ ഡി പ്ലസ് ഐ ഡി. അപ്പോൾ അതിനുപയോഗിച്ച സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പ്രൊഡക്ഷൻസ് ഉപയോഗിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ട്രീ ആണ് നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു നമ്മളുടെ റൂട്ട് ഇ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇക്ക് ഉപയോഗിച്ചത് ടി ഇ ഡാഷ്. അപ്പോൾ ടി ഇവിടെയുണ്ട്, ഇ ഡാഷ് ഇവിടെയുണ്ട്. ഇനി ഈ ടിയെ നമ്മൾ എന്താക്കി മാറ്റി? എഫ് ടി ഡാഷ് ആക്കി മാറ്റി. അപ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടി ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ചൈൽഡ് ആഡ് ചെയ്തു. നെക്സ്റ്റ് എഫിനെ എങ്ങനെ മാറ്റണം? ഇ ഇൻ ബ്രാക്കറ്റ്സ്. സോ എഫിനെ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, അതിനിടയ്ക്ക് ഇ. ഇനി നെക്സ്റ്റ് ഇയെ നമ്മൾ ടി ഇ ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇയെ നമ്മൾ എന്താക്കി മാറ്റി? ടി ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ചൈൽഡ് അതിന് കൊടുത്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ടി ഗിവിങ് എഫ് ടി ഡാഷ്. അപ്പോൾ ഈ ടിയെ നമ്മൾ കൊടുത്ത് എഫ് ടി ഡാഷ് ആക്കി മാറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യം 2 റൈറ്റ് ഹാൻഡ് സൈഡിലെ സക്സസേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മൾ 2 ചൈൽഡ് നോട്ട്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എഫിനെ നമ്മൾ ഐ ഡി വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണുന്ന ഐ ഡി. ഇനി നെക്സ്റ്റ് ടി ഡാഷിനെ സ്റ്റാർ എഫ് ടി ഡാഷ് ആക്കി മാറ്റി. ഈ ടി ഡാഷിന് സ്റ്റാർ എഫ് ടി ഡാഷ്. അടുത്തെന്തായി? അടുത്ത എഫിന് നമ്മൾ വീണ്ടും ഐ ഡി റീപ്ലേസ്മെൻറ്റ് കൊടുത്തു. ഈ സ്റ്റാർ അവിടെ തന്നെ കിടക്കും, എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഡി റീപ്ലേസ്മെൻ്റ് ആയി. ഇനി നെക്സ്റ്റ് ടി ഡാഷിന് നമ്മൾ എപ്സിലോൺ. സോ ഈ ടി ഡാഷിനെ എപ്സിലോൺ ആക്കി. ഇനി അടുത്ത ഇ ഡാഷിന് എപ്സിലോൺ. ഈ ഇ ഡാഷിനെ എപ്സിലോൺ ആക്കി. നെക്സ്റ്റ് അടുത്ത ടി ഡാഷ് എപ്സിലോൺ. ഈ ടി ഡാഷിനെ എപ്സിലോൺ ആക്കി. ഇനി അടുത്ത എന്താ കാണുന്നത്? നമുക്കിവിടെ കാണുന്നത് ഇ ഡാഷാണ്. ഈ ഇ ഡാഷിന് എന്താണ് റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത്? പ്ലസ് ടി ഇ ഡാഷ് അപ്ലൈ ചെയ്യുക. സോ ഈ ഡാഷിനെ പ്ലസ് ടി ഇ ഡാഷ് ആക്കി മാറ്റി. ഇനി ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ടി ഡാഷ് ആഡ് ചെയ്തു. സോ ഈ ടിയെ നമ്മൾ എഫ് ടി ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇനി എഫിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? ഐ ഡി വെച്ച്. സോ ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഡി ആഡ് ചെയ്തു. ടി ഡാഷിന് എപ്സിലോൺ ആക്കി ഈ ഒരു സിറ്റുവേഷനിലെത്തി. ഇ ഡാഷിന് എപ്സിലോൺ ആക്കി ഈ ഒരു സിറ്റുവേഷനിലെത്തി. സോ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് പാർട്സ് ട്രീ ഫോർ ദ ഇൻപുട്ട് സ്ട്രിങ് ഐ ഡി സ്റ്റാർ ഐ ഡി ഇൻ ബ്രാക്കറ്റ്സ് പ്ലസ് ഐ ഡി. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിരിക്കും നമ്മൾ ആ ഓർഡറിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ പാഴ്സിങ് സക്സസ്ഫുൾ ആവുക. അപ്പോൾ ആ പ്രൊഡക്ഷൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഴുതാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ട്രീ നമുക്ക് വരയ്ക്കാൻ പറ്റും.
സോ ദിസ് ഈസ് ഹൗ നമ്മളെ നോൺ റിക്കേഴ്സീവ് ഡിസെൻറ്റ് പാസിങ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്.